ബേപ്പൂരിലെ ജനങ്ങൾ റിയാസിനെ സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിലെ മുഖ്യമന്ത്രി അവരുടെ ദൈവമായി കാണുന്ന പ്രതീതിയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രാദേശിക പ്രവർത്തകർ അല്ലെങ്കിൽ മണ്ഡലത്തിലെ പ്രവർത്തകർ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ മുന്നണി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സൗഹാർദ്ദപരമായി ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അൻവർ കേരള രാഷ്ട്രീയത്തിനകത്ത് എടുത്തെറിയപ്പെട്ടു പോയ ഒരു ഗുണവും ചെയ്യാത്ത ഒരു വ്യക്തിത്വമായി മാറിയതാണ്. ഞങ്ങളതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്കിനി ആര് സ്ഥാനാർത്ഥിയായാലും, ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കതിലുണ്ട്. ബേപ്പൂരിലെ ജനങ്ങൾ റിയാസിനെ സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നുണ്ട്. അവിടെ അതിന് രാഷ്ട്രീയമായി പോലും കണ്ടിട്ടില്ല. അത് മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്കെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട്. റിയാസ് വീണ്ടും അവിടെ മത്സരിക്കണമെന്ന് പറയുന്ന ഒരു വികാരത്തിൽ ബേപ്പൂരിലെ ജനങ്ങൾ നിൽക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിലെ മുഖ്യമന്ത്രി അവരുടെ ദൈവമായി കാണുന്ന പ്രതീതിയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരെല്ലാം ഈ ജാഥയിൽ ഞങ്ങളോടൊപ്പം അണിചേരും, ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. RJD എവിടെയും വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. RJDക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് RJD നേതൃത്വം പറഞ്ഞിട്ടുമില്ല. അതിനകത്തുള്ള പ്രാദേശിക പ്രവർത്തകർ അല്ലെങ്കിൽ മണ്ഡലത്തിലെ പ്രവർത്തകർ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ മുന്നണി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സൗഹാർദ്ദപരമായി ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്.